ഉദ്ഘാടനത്തിനൊരുങ്ങി കൊച്ചി നഗരസഭയുടെ ആസ്ഥാന മന്ദിരം. പണിതിട്ടും പണി തീരാതിരുന്ന ആസ്ഥാന മന്ദിരമാണ് 20 വർഷത്തിന് ശേഷം യാഥാർത്ഥ്യമായത്. അത്യാധുനിക സൗകര്യങ്ങൾ ഉറപ്പാക്കിയാണ് മന്ദിരത്തിന്റെ പണി പൂർത്തിയാക്കുന്നത്. പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും അത്യാധുനിക സൗകര്യങ്ങൾ ഉറപ്പാക്കിയാണ് 1,75,000 ചതുരശ്രയടി വിസ്തീർണത്തിൽ കൊച്ചി നഗരസഭ ആസ്ഥാന മന്ദിരം പൂർത്തിയായത്. മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകുന്നേരം നാടിന് സമർപ്പിക്കും. 2005-ലാണ് മന്ദിരത്തിന്റെ തറക്കല്ലിട്ടത്. ഇടതു വലതു മുന്നണി ഭരണങ്ങളിലും ഫണ്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങി. കൗൺസിലർമാർക്കായി 82 ഇരിപ്പിടങ്ങളും ഉദ്യോഗസ്ഥർക്കായി 25 സീറ്റുകളും പത്രമാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കുമായി 640 സ്ക്വയർ ഫീറ്റിൽ കൗൺസിൽ ഹാളും ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ മാധ്യമപ്രവർത്തകരെ മാത്രമാണ് നമ്മൾ കൗൺസിലിൽ പ്രതീക്ഷിക്കുന്നത്. അല്ല, പൊതുജനങ്ങളൊന്നും വന്ന് അങ്ങനെ കൗൺസിലിൽ ഇരിക്കാറില്ല. അപ്പോൾ മാധ്യമപ്രവർത്തകർക്കുള്ള സൗകര്യം പ്രത്യേകമായ ഒരു ഗാലറി ഒരുക്കിയാൽ നമ്മുടെ ഈ സീറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ അവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്തു 100 വർദ്ധിപ്പിക്കാം. ഇനി അതല്ലെങ്കിലും ഏറ്റവും മുകളിലൊരു സ്പേസ് ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട്. അത് രൂപാന്തരം വരുത്തിയാലും നമുക്ക് വേണമെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ കൗൺസിലോട് മുകളിൽ. പക്ഷെ അതിലൊന്നും പോകാതിരിക്കുന്നതല്ല. കാരണം ഇതൊരു ആംബിയൻസ് ഉള്ളൊരു ഹോളാണ്. നിങ്ങൾ കാണുമ്പോഴും ഇതൊരു ആംബിയൻസ് ഉള്ള ഹോളാണ്. ഇത് മാറ്റേണ്ട കാര്യമില്ല. 100 വരെ ആളുകളെ ഏതെങ്കിലും സമയത്ത് അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നാൽ ഇവിടെ ഇരുന്ന് നമുക്ക് കൗൺസിൽ ഹോൾ കാണാൻ കഴിയുന്ന നിലയിലേക്കുള്ളൊരു മാറ്റം വന്നിട്ടുണ്ട് ഒന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ കൗൺസിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ചുകൂടി നമ്മുടെ കോർപ്പറേഷൻ ഓഫീസിന്റെ നിർമ്മാണം മാറിയിട്ടുള്ളത്. കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ 61 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. നവംബർ ആദ്യവാരത്തോടെ പുതിയ ഓഫീസിലേക്ക് പൂർണ്ണമായും മാറും. ജനം, കൊച്ചി.